എറണാകുളം സൗത്ത് വാഴക്കുളത്തെ പാരിയത്ത് കാവിലെ കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കാൻ അഭിഭാഷക കമ്മീഷനും പോലീസും എത്തി. കോടതി വിധിയെ തുടർന്ന് ഒഴിപ്പിക്കാൻ എത്തിയ അധികാരികളെ പ്രതിഷേധക്കാർ വഴിയിൽ തടഞ്ഞു. നിയമപരമായ മാർഗത്തിലല്ല കുടിയൊഴിപ്പിക്കൽ എന്നാണ് പ്രതിഷേധക്കാരുടെ ആരോപണം. പാരിയാത്തുകാവിലെ 8 കുടുംബങ്ങളുടെ ജീവിത പ്രശ്നമാണ് വർഷങ്ങളായി തുടരുന്ന ഇവിടുത്തെ ഭൂമി തർക്കം. ഇതിൽ കോടതി പ്രതികൂലമായ വിധി പുറപ്പെടുവിച്ചതിനെ തുടർന്ന് അങ്ങേയറ്റം തീവ്രമായ ഒരു ക്രമസമാധാന പ്രശ്നമായി ഈ ഭൂമി തർക്കം മാറുകയാണ്. എറണാകുളം പാരിയാത്തുകാവിൽ അഭിഭാഷക കമ്മീഷൻ എത്തുന്നത് 7ാം തവണയാണ്. സുപ്രീം കോടതി വരെ കയറിയ ഭൂമി തർക്കമാണ് ഇവിടുത്തേത്. ഇതുവരെയും പരിഹാരമായിട്ടില്ല. ഞാനിവിടുന്ന് ഇറങ്ങൂല, എന്ത് തരാന്ന് പറഞ്ഞാലും ഇറങ്ങൂല. 75 തൊടിയുള്ള കേസാണ്. എത്ര വർഷമായി? 50 വർഷം കഴിഞ്ഞില്ല. ഇപ്പോഴല്ലേ അവര് സ്ഥലമന്വേഷിച്ചു വേണ്ടേ? നേരത്തെ അവരെ അന്വേഷിക്കാതെ ഞങ്ങള് പുറമ്പോക്കാണ് കൈപ്പിടിക്കൂല. പിന്നെ അവരുടെ കയ്യിൽ രേഖ ഒന്നുമില്ല, ആധാരമില്ല. അവർ കള്ളാധാരം ഉണ്ടാക്കിയത് 50-ൽ. ആധാരമില്ല, കരം തീർത്ത രസീതില്ല, ഒരു തെളിവ് അവരുടെ കയ്യിലില്ല. അപ്പം അവര് ഞങ്ങൾ ഇറക്കാനായിട്ടാണ് അവർ തന്നെ. ഞങ്ങളെങ്ങനെ എസ് സിക്കാർക്ക് ഒരു മുൻഗണന ഉണ്ട്. എവിടെയും മുൻഗണന ഉണ്ട്. ഇത് ഒന്നുമില്ല. അവർ വീട് പൊളിക്കും നിങ്ങൾ ഈ വീടൊക്കെ നോക്കി, ഈ വീടൊക്കെ പൊളിക്കാന്ന് പറഞ്ഞാൽ എന്താ സ്ഥിതി? അവർ എന്തെങ്കിലും ഞങ്ങൾക്ക് തരാം, അത് ഈ ഭാഗം തരാം, ആ ഭാഗം തരാം, എത്ര പൈസ തരാം, വീട് വെച്ച് തരാം. ഇതൊന്നും അവർ പറയില്ല. പൊളിക്കുമെന്ന് ഈ പുറമ്പോക്കി കിടക്കണവരെ അവരുടെ ഭൂമിയാണെന്ന് അവർ തെളിയിക്കട്ടെ. ഇവിടെ ഞങ്ങൾ തന്നെ ജീവിക്കും. ഞങ്ങൾ മരിക്കുന്നത് ഇവിടെ കിടന്നായിരിക്കും. ഞങ്ങളുടെ ജീവിതം അതാണ്. ഞങ്ങൾ അങ്ങനെ തന്നെ കണക്കൂട്ടി ഇരിക്കണം. ഇന്നലെ കയറി കഴിഞ്ഞാൽ ഞങ്ങൾ ആത്മഹത്യ ചെയ്യും. അവർക്ക് പറ്റിയെടുത്തുകൊണ്ട് പൊക്കോട്ടെ. ഞങ്ങൾ സ്ഥലം വിട്ടു കൊടുക്കില്ല. ഞങ്ങൾ 100 കൊല്ലത്തോളമായി ഞങ്ങളുടെ കൈവശിരിക്കണം ഭൂമി. പിന്നെ അവരെയൊന്നും പറഞ്ഞ് കൊടുക്കാൻ പറ്റുമോ? ഈ പുറമുക്ക് ഭൂമി ഞങ്ങളുടെ കൈവശിരിക്കണതാണ്. അവരുടെ ഭൂമി ഒന്നുമില്ല ഇവിടെ. വാഴക്കുളം പഞ്ചായത്തിൽ താലൂക്കിൽ എങ്ങും റെക്കോർഡ് പരമായിട്ട് ഒരു ഭൂമിയില്ല അവർക്ക്. പിന്നെ അവരുടെ ഭൂമിയെന്ന് പറഞ്ഞ് നടക്കുമോ? ഞങ്ങൾ പിന്നെ കൊടുക്കണേന്. താമസക്കാർക്ക് പ്രതികൂലമായി കോടതി വിധി വന്നതിനെ തുടർന്നാണ് ഒഴിപ്പിക്കൽ നടപടിയുമായി അഭിഭാഷക കമ്മീഷൻ മുന്നിട്ടിറങ്ങിയത്. കണ്ണാട്ട് ശങ്കരൻ നായരുടെ കുടുംബം അവകാശമുന്നയിക്കുന്ന ഈ ഭൂമിയിൽ തങ്ങൾ 60 വർഷമായി ജീവിക്കുകയാണെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു. ഇവിടം ആരുടെയും സ്വകാര്യ സ്വത്തല്ലെന്നും സർക്കാർ പുറമ്പോക്ക് ഭൂമിയായ ഇവിടെ നിന്നും കുടിയിറക്കരുത് എന്നും വിഷയത്തിൽ സർക്കാർ ഇടപെടണമെന്നുമാണ് സമരക്കാരുടെ ആവശ്യം. CPIM-ന്റെ നേതൃത്വത്തിലാണ് ഇന്ന് അഭിഭാഷക കമ്മീഷനെയും സംഘത്തെയും തടഞ്ഞത്. പിന്നോക്ക ജാതിയിൽപ്പെട്ട 8 കുടുംബങ്ങളാണ് സ്ഥലത്ത് താമസിക്കുന്നത്. പെരിയാർ വാലി കനാലിന്റെ പുറമ്പോക്ക് ഭൂമിയിലാണ് താമസിക്കുന്നതെന്നും ഇവിടെ നിന്നും കുടിയൊഴിപ്പിക്കാൻ നിയമപരമായി ഒരു നോട്ടീസും അഭിഭാഷക കമ്മീഷന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടില്ല എന്നും സമരക്കാർ പറയുന്നു. ഞങ്ങളുടെ കാരണന്മാരായിട്ട് താമസിക്കുന്ന ഭൂമിയാണ് ഇത്. ഞങ്ങൾ മക്കളും മക്കളുടെ മക്കളും അതിന്റെ മക്കളോട് ജീവിക്കുന്ന ഭൂമിയാണ്. ഇതിന് ഇനി എന്ത് പ്രശ്നം വന്നാലും ഞങ്ങൾ വിട്ടുകൊടുക്കില്ല. ഞങ്ങൾ ആത്മഹത്യയല്ല, ഞങ്ങൾക്ക് വേറെ മാർഗമൊന്നുമില്ല. ഇത് ഓരോ രോഗികളുണ്ട്, ക്യാൻസർ രോഗികളുണ്ട്, കിഡ്നിമാർ രോഗികളുണ്ട്, എല്ലാ വീടുകളും രോഗികളാണ്. അപ്പോൾ ഒരു കാരണവശാലും ഞങ്ങൾ എന്ത് വന്നാലും ഞങ്ങൾ വിട്ടുകൊടുക്കൂല. അത് 100% ഉറപ്പാണ്. 100% ഓക്കെ, വിട്ടുകൊടുക്കൂല. എന്നാൽ സർവേ നടപടികളും അളന്ന് ഭൂമി തിട്ടപ്പെടുത്തുന്നതുമടക്കം നടപടിക്രമങ്ങൾ മുൻപ് പൂർത്തീകരിച്ചതാണെന്നും ഭൂമി ഒഴിയാൻ പല തവണ നോട്ടീസ് നൽകിയതാണെന്നും അഭിഭാഷക കമ്മീഷൻ പറഞ്ഞു. കോടതി വിധി നടപ്പാക്കും. നടത്തി സർവേ നടത്തി എല്ലാം കഴിഞ്ഞു. ഇനി അവരെ അവിടുന്ന് ഒഴിപ്പിക്കാനും സാധനങ്ങൾ മാറ്റാനുള്ള ജോലിയുള്ളൂ. മിക്കവാറും ആ വർക്കുകളെല്ലാം തീർന്നതാണ്. ആർക്കും നോട്ടീസിന്റെ ആവശ്യമില്ല. എല്ലാം നടപടി കഴിഞ്ഞു. ഇവിടുത്തെ ഭൂമി അളന്നു തിട്ടപ്പെടുത്തുവാൻ മുൻപ് അഭിഭാഷക കമ്മീഷൻ വന്നപ്പോൾ കമ്മീഷന് നേർക്ക് കയ്യേറ്റ ശ്രമം ഉണ്ടായിരുന്നു. ഏറെ നേരം സ്ഥലത്ത് തുടർന്നെങ്കിലും ഒഴിപ്പിക്കൽ നടപടികളുമായി മുന്നോട്ടു പോകുവാൻ അഭിഭാഷക കമ്മീഷനെ പ്രതിഷേധക്കാർ അനുവദിച്ചില്ല. CIക്ക് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായതിനെ തുടർന്ന് ഒഴിപ്പിക്കൽ നടപടികൾ തുടങ്ങാനാവാതെ അഭിഭാഷക കമ്മീഷൻ ഇന്നും പിരിഞ്ഞു. വാദിഭാഗത്തിനും പ്രതിഭാഗത്തിനും തങ്ങളുടേതായിട്ടുള്ള നിരവധിയായ അവകാശവാദങ്ങളുണ്ട്. ഈ വിഷയത്തിൽ ഒരു തർക്ക പരിഹാരത്തിന് മധ്യസ്ഥ ശ്രമത്തിന് കോടതി തന്നെ മുൻകൈ എടുത്തിട്ടുള്ളതാണ്. പല കാരണങ്ങൾ കൊണ്ട് അത് നീണ്ടുപോയി. ഇനിയെങ്കിലും ഇതൊരു ക്രമസമാധാന പ്രശ്നമാകാതിരിക്കുവാൻ ഒരു മധ്യസ്ഥത അത്യന്താപേക്ഷിതമാണ്. മാഹിൻ ജാഫറിനൊപ്പം അമൽ സുരേന്ദ്രൻ, 24 കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. തലമുറകളായി താമസിക്കുന്ന ഭൂമി എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. പ്രതികരണങ്ങളിലേക്ക്. ഞങ്ങൾ തന്നെ ജീവിക്കും. ഞങ്ങൾ മരിക്കുന്നത് ഇവിടെ കിടന്നായിരിക്കും. ഞങ്ങളുടെ ജീവിതം അതാണ്.
ഞങ്ങൾ അങ്ങനെ തന്നെ കണക്കൂട്ടി ഇരിക്കണം. ഇന്നോട് കയറി കഴിഞ്ഞാൽ ഞങ്ങൾ ആത്മഹത്യ ചെയ്യും. അവർക്ക് പറ്റിയെടുത്തുകൊണ്ട് പൊക്കോട്ടെ. ഞങ്ങൾ സ്ഥലം വിട്ടു കൊടുക്കില്ല. ഞങ്ങൾ 100 കൊല്ലത്തോളമായി ഞങ്ങളുടെ കൈവശിരിക്കണം ഭൂമി. പിന്നെ അവരെയൊന്നും പറഞ്ഞ് കൊടുക്കാൻ പറ്റുമോ? ഈ പുറമുക്ക് ഭൂമി ഞങ്ങളുടെ കാരണന്മാരായിട്ട് താമസിക്കുന്ന ഭൂമിയാണ്. ഇത് ഞങ്ങൾ മക്കളും മക്കളും അതിൻ്റെ മക്കളോട് ജീവിക്കുന്ന ഭൂമിയാണ്. ഇതിൽ ഇനി എന്ത് പ്രശ്നം വന്നാലും ഞങ്ങൾ വിട്ടുകൊടുക്കില്ല. ഞങ്ങൾ ആത്മഹത്യയല്ല, ഞങ്ങൾക്ക് വേറെ മാർഗമൊന്നുമില്ല. ഇത് ഓരോ രോഗികളുണ്ട്, ക്യാൻസർ രോഗികളുണ്ട്, കിഡ്നിമാർ രോഗികളുണ്ട്, എല്ലാ വീടുകളിലും രോഗികളാണ്. അപ്പോൾ ഒരു കാരണവശാലും ഞങ്ങൾ എന്ത് വന്നാലും ഞങ്ങൾ വിട്ടുകൊടുക്കില്ല. അത് 100% ഉറപ്പാണ്. 100% ഓക്കെ, വിട്ടുകൊടുക്കൂല. ഞങ്ങൾ അപ്പൂപ്പന്മാരുടെ കാലം തുടങ്ങി ഇവിടെ ജീവിക്കുന്നതാണ്. ഇനി ഞങ്ങൾക്ക് ഇവിടുന്ന് ഒഴിയാൻ പറ്റില്ല. ഞങ്ങൾക്ക് പഞ്ചായത്തിൻ്റെയും ബ്ലോക്കിൻ്റെയും ഒക്കെ നല്ല സഹായത്തോടെ ഞങ്ങളിവിടെ ജീവിക്കണേ. ആരും എന്ന് പറഞ്ഞാലും ഞങ്ങൾക്ക് മരണമല്ലാതെ വേറെ ഒരു വഴിയില്ല. പള്ളിക്കാർ പണം കൊടുത്താൽ, സൗജന്യമായിട്ട് പണം കൊടുത്താൽ കെട്ടിയല്ലാത്ത കാരണം. അതുകൊണ്ട് അത് എങ്ങനെയാണ് ജീവിക്കട്ടെ ഞങ്ങളൊക്കെ സഹകരിച്ച് കിടക്കാം. ഞാൻ ഇവിടുത്തെ ഇവിടെ ചേർത്ത് കിട്ടിയല്ലോ. അങ്ങനെ ഞങ്ങൾ സഹകരിച്ച ആളുപോലെ കാര്യങ്ങൾ നടക്കുന്നത്. ഞാൻ ഇവിടെ കല്യാണം കഴിച്ചിട്ട് 39 വർഷമായി. ഇവിടെ ചേർത്തിലാണ് ഞാൻ കിട്ടിയേക്കണത്. അപ്പോൾ അന്ന് തുടങ്ങിയുള്ള കേസ് കൂട്ടാണ് ഇത് ഇറക്കണം. അന്നൊന്നും ഇത്ര പ്രശ്നം ഉണ്ടായില്ല. ഇപ്പോഴാണ് ഈ പ്രശ്നം വന്നത്. ഞാനിവിടുന്ന് ഇറങ്ങൂല. എന്ത് തരാമെന്ന് പറഞ്ഞാലും ഇറങ്ങൂല. 75 തൊടിയുള്ള കേസാണ്. എത്ര വർഷമായി? 50 വർഷം കഴിഞ്ഞില്ല. ഇപ്പോഴല്ലേ അവർ സ്ഥലം അന്വേഷിച്ചു വേണ്ടേ. നേരത്തെ അവരെ അന്വേഷിക്കാതെ ഞങ്ങൾ പുറമ്പോക്ക് ആൾക്കാർ പിടിക്കൂല. പിന്നെ അവരുടെ കയ്യിൽ രേഖ ഒന്നുമില്ല, ആധാരമില്ല. അവർ കള്ളാധാരം ഉണ്ടാക്കിയത് 50-ൽ. ആധാരമില്ല, കരം തീർത്ത രസീതില്ല, ഒരു തെളിവ് അവരുടെ കയ്യിലില്ല. അപ്പോൾ അവർ ഞങ്ങൾ ഇറക്കാനായിട്ടാണ് അവർ തന്നെ. ഞങ്ങളങ്ങനെ എസ് സിക്കാർക്ക് ഒരു മുൻഗണന ഉണ്ട് എവിടെയും.